നമസ്കാരം. അവസാനം മോദിയുടെ നീക്കത്തിൽ ട്രംപ് വിരണ്ടുപോയി. കാരണം മോദിയുടെ തന്ത്രം എന്തായിരുന്നു? ചൈനയെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള മോദിയുടെ തന്ത്രം കണ്ടാണ് ട്രംപ് വിരണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയിൽ ലോകം വിറയ്ക്കുമ്പോൾ ഇന്ത്യ സത്യത്തിൽ ഒരു നിശബ്ദ വിപ്ലവം നടത്തുകയാണ്. മോദിയുടെ തന്ത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു നിശബ്ദ വിപ്ലവം. ആ വിപ്ലവം കണ്ടില്ല എന്ന് നടിക്കുവാൻ അമേരിക്കയ്ക്ക് ആവുന്നില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുത്തിവെക്കുന്ന വിനകൾക്ക് ഏത് തരത്തിലൊക്കെയാണ് തിരിച്ചടികൾ ലഭിക്കുന്നത് എന്ന് വരും ദിനങ്ങളിൽ മാത്രമേ മനസ്സിലാകൂ എന്നുള്ളതാണ്. അത് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു ലോകരാജ്യത്തോട്, ലോകശക്തിയോട് കുറച്ചുകൂടി അവധാനതയോടുകൂടി പ്രവർത്തിക്കണമായിരുന്നു ട്രംപ് എന്നുള്ളത് തിരിച്ചറിയാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ആവർത്തിച്ചപ്പോഴും ഇന്ത്യ പതറിയില്ല, നിശബ്ദമായി കേട്ടുനിന്നു. അമേരിക്ക വാതിലുകൾ അടയ്ക്കാൻ നോക്കുമ്പോൾ ഇന്ത്യ പുതിയ 1000 വാതിലുകൾ തുറക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുവാൻ അമേരിക്കയ്ക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായിരുന്നു ചൈനയുമായിട്ടുള്ള വ്യാപാര നീക്കങ്ങൾ ആരംഭിച്ചത്. അതിർത്തിയിൽ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും വ്യാപാര മേഖലയിൽ ഇന്ത്യ ചൈനയെ തന്ത്രപരമായിട്ട് വരുതിയിലാക്കുകയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള തർക്കങ്ങൾ 1962 മുതൽ ഇങ്ങോട്ടുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2024-25 ആക്രമണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ചൈനയ്ക്ക് നമ്മുടെ അതിർത്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറേണ്ട സാധ്യതകളെ കുറിച്ച് നമുക്കറിയാം. മാത്രമല്ല, ഇന്ത്യ ചൈന യുദ്ധം എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ചിന്തകൾ, വാർത്തകളൊക്കെ നമ്മൾ പുറത്തു വരുന്നുമുണ്ട്. പക്ഷെ അപ്പോഴും വളരെ തന്ത്രപരമായിട്ടുള്ള നമ്മുടെ വ്യാപാര മേഖലയിലെ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുവാൻ നരേന്ദ്രമോദിയും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യ കേന്ദ്ര സർക്കാരും നടത്തുന്ന തന്ത്രപരമായുള്ള നീക്കങ്ങൾ അത് ശ്ലാഘനീയമാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന്റെ മുന്നിൽ അമേരിക്ക വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ പുതിയ 1000 വാതിലുകൾ തുറക്കുവാൻ ഇന്ത്യക്കായി എന്നതാണ്. അവിടെയാണ് വ്യാപാര മേഖലയിൽ ഇന്ത്യ ചൈനയുമായിട്ട് തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ഈ നീക്കങ്ങളിലൂടെ ഇന്ത്യ നേടിയ നേട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. ചൈനയുമായിട്ട് നമുക്ക് അതിർത്തി തർക്കങ്ങളുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്. എന്നാൽ വ്യാപാരത്തിൽ വികാരത്തിനല്ല, വിവേകത്തിനാണ് സ്ഥാനമെന്ന് ഇന്ത്യ തെളിയിക്കുകയാണ് ഇവിടെ. നടപ്പ് വർഷം, അതായത് 2025 മാത്രം ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ 33% വർധനമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ പോലും ഇന്ത്യ ചൈനയിലേക്ക് കയറ്റി അയക്കുകയാണ്. ഇത് വളരുന്ന ഇന്ത്യൻ സാങ്കേതിക മികവിന്റെ അടയാളമാണ്. പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളുടെ കയറ്റുമതിയിൽ ഉണ്ടായത് അമ്പരപ്പിക്കുന്ന വളർച്ചയാണ്. പാശ്ചാത്യ വിപണികളിലെ തിരിച്ചടി എന്ന് പറയപ്പെടുന്ന ഇന്ത്യയെ പലപ്പോഴും തളർത്താനുള്ള ശ്രമം നടത്തി. തളർന്നില്ല ഇന്ത്യ. പകരം കിഴക്കൻ വിപണികളിൽ ഇന്ത്യ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇവിടെ ബ്ലാക്ക് ടൈഗർ, ഷ്രിമ്പ്, വനാമി ചെമ്മീൻ എന്നിവയ്ക്ക് ചൈനീസ് വിപണിയിൽ ഇന്ന് വൻ ഡിമാൻഡ് ഉണ്ടാകുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. കൂടാതെ ഉണക്കമുളക് മുതൽ വിവിധ ഇനം പയർ വർഗ്ഗങ്ങൾ വരെ ഇന്ത്യ ചൈനീസ് അടുക്കളകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അലൂമിനിയം, കോപ്പർ എന്നിവയുടെ കയറ്റുമതിയിലൂടെ കോടികളാണ് ഇന്ത്യ സമ്പാദിക്കുന്നത്. അമേരിക്കയുടെ വാതിലുകൾ അടയ്ക്കുമ്പോഴും ചൈന എന്ന വിപുലമായ വിപണി ഇന്ത്യക്ക് മുന്നിൽ തുറക്കപ്പെട്ടു എന്നത് യാദൃശ്ചികമല്ല, മറിച്ച് അത് കൃത്യമായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങളുടെ വിജയമാണ്. ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുമ്പോഴും ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് സുരക്ഷിതമാകുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുമായി നടപ്പിലാക്കുന്ന വ്യാപാര ബന്ധങ്ങൾ, ഇവയിലൂടെയൊക്കെയാണ് നമ്മൾ നമ്മുടെ GDPയുടെ വളർച്ചാ നിരക്കിനെ സുരക്ഷിതമാക്കിയെടുക്കുന്നത്. നമുക്കറിയാം, ലോകമൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കടന്നു പോകുന്ന വഴികളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ട്രംപിന്റെ താരിഫ് ഇന്ത്യയെ പേടിപ്പിക്കില്ല എന്നുള്ളതാണ്. ട്രംപ് 500% വരെ നമ്മുടെ താരിഫ് വർധന ഉണ്ടാക്കുമ്പോഴും ഇന്ത്യ കുലുങ്ങുന്നില്ല എന്നുള്ളത്. കാരണം ഇന്ത്യ ഇപ്പോൾ ലോകത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നിർമ്മാണ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായിട്ട് ലോകം കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ വെല്ലുവിളികളെ സത്യത്തെ നമ്മൾ അവസരങ്ങളാക്കി മാറ്റുന്നതാണ് യഥാർത്ഥ നയതന്ത്രം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇന്ത്യ കൂടുതൽ ശക്തമായിട്ടുള്ള ചുവട് വെക്കുന്നു. ചൈനയുമായിട്ട് രാഷ്ട്രീയമായിട്ട് കൊമ്പ് കോർക്കുമ്പോഴും സാമ്പത്തികമായിട്ട് അവരെ കൂടെ നിർത്തി ലാഭമുണ്ടാക്കുവാൻ ഇന്ത്യക്ക് കഴിയുന്നു. ഇത് പുതിയ ഇന്ത്യയുടെ കരുത്താണ് എന്ന് മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുന്നില്ല. അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. മറ്റുള്ള പല ലോകരാജ്യങ്ങളും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മോദിയുടെ വളരെ ബുദ്ധിപൂർവമായ തന്ത്രപരമായിട്ടുള്ള നീക്കം അത് ട്രംപ് തിരിച്ചറിയുമ്പോൾ ട്രംപ് വിരണ്ടു പോവുകയാണ്. കാരണം ചൈനയെ കൂടെ കൂട്ടിക്കൊണ്ട മോദിയുടെ തന്ത്രം സത്യത്തിൽ തകർക്കാൻ കഴിയാത്ത വലിയ വ്യവസായ വിപ്ലവമാണ് നടത്തുന്നത്. വലിയ വ്യാപാര മേഖലയാണ് തുറന്നു കൊടുക്കുന്നത്. അത്തരത്തിലുള്ള വ്യാപാര മേഖല തുറന്നു കൊടുക്കുമ്പോൾ ഇന്ത്യയെ ലോകത്തിന് തള്ളിക്കളയാൻ കഴിയാത്ത വണ്ണം ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. മുമ്പ് കണ്ട
പഴയ ഇന്ത്യയല്ല ഈ പുതിയ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പുതിയ കരുത്ത് എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ സാമ്പത്തികമായിട്ട് മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കുവാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കഴിയുമ്പോൾ ട്രംപിനെ പോലുള്ള ഒരു വിഡ്ഢിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ഇന്ത്യ വളരെ മുന്നിട്ട് കുതിക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് വിരണ്ടു പോകുന്നതും ട്രംപിന് മുന്നിൽ കീഴടങ്ങാൻ ഇന്ത്യ തയ്യാറാകാത്തത്.